ഹലോ ഗൈസ്, ഇന്ന് ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമ്മൾ അബുദാബി യാസ് ഐലൻഡിലുള്ള സീ വേൾഡിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പം ഇവിടെയാണെങ്കിൽ നമ്മൾ റമദാന്റെ ആ നോമ്പ് ടൈമിലായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പോഴാണ് വീഡിയോ ഇടുന്നതെന്ന് മാത്രം. അകത്തേക്ക് കയറുമ്പോൾ തന്നെ നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും. വേറൊന്നിനുമല്ല, പുറത്തുനിന്ന് എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് എന്തെങ്കിലും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കാരണം ഫുഡൊന്നും പുറത്തുനിന്ന് അവിടെ അല്ല. നമുക്ക് അത്യാവശ്യം എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അകത്ത് തന്നെ എല്ലാം കിട്ടും. നമുക്ക് എന്ത് വേണം, ഏത് ടൈപ്പ് ഫുഡ് വേണമെങ്കിലും കിട്ടും. നമുക്ക് വാങ്ങി കഴിക്കാവുന്നതേ ഉള്ളൂ. കുഞ്ഞുങ്ങളെയും കൊണ്ടൊക്കെ പോകുമ്പോൾ എന്തായാലും വാങ്ങി കഴിക്കുകയൊക്കെ ചെയ്യേണ്ടി വരും. അപ്പം കുറച്ച് റേറ്റ് ഒക്കെ കൂടുതലായിരിക്കും, എങ്കിലും അത്യാവശ്യം നമുക്ക് വാങ്ങാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. പിന്നെ റമദാന്റെ ടൈം ആയതുകൊണ്ട് തന്നെ ഇവിടെ ടിക്കറ്റിന് കുറച്ച് ഓഫറും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് കേട്ടോ നമ്മൾ പോയത്. എന്തോ 7 ടിക്കറ്റിന് എന്തോ ഓഫറോ അങ്ങനെ വെച്ചിട്ട് എന്തോ ഓഫർ ഉണ്ടായിരുന്നു. അങ്ങനെ കേട്ടോ നമ്മൾ പോയത്. അതല്ല എന്നുണ്ടെങ്കിൽ അല്ലാത്ത സമയത്ത് ഒരാൾക്ക് 300 ദിർഹംസ് എന്തോ അങ്ങനെ എന്തോ 300 സംതിങ് എന്തോ ആണ് കേട്ടോ അവിടുത്തെ റേറ്റ് എന്ന് പറയുന്നത്. കുട്ടികൾക്കാണേലും 2 വയസ്സ് തൊട്ടുള്ള കുട്ടികൾക്കാണേലും ടിക്കറ്റ് നിർബന്ധമാണ് കേട്ടോ. അപ്പൊ ഇത്രയും 300 ദിർഹംസ് ഒക്കെ കൊടുത്തിട്ട് നമുക്ക് എപ്പോഴും ഒന്ന് പോകാൻ പറ്റുന്നൊരു സംഭവമല്ലല്ലോ അത്. അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഇതുപോലെ ഓഫറൊക്കെ വരുവാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഇതുപോലുള്ള സ്ഥലങ്ങൾക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ ഒന്ന് പോകാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അകത്തേക്ക് കയറുമ്പോൾ തന്നെ ഇതുപോലെ കുറെ റൈഡ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ ഹൈറ്റ് ഒരു പ്രശ്നമാണ് കേട്ടോ. കുഞ്ഞുങ്ങൾക്ക് 1 പോയിന്റ് എന്തോ സംതിങ് ഹൈറ്റ് നിർബന്ധമാണ്, എങ്കിൽ മാത്രമേ എല്ലാ റൈഡ്സിലും കയറാനായിട്ട് പറ്റത്തുള്ളൂ. പിന്നെ ചില റൈഡ്സിലൊക്കെ ആണെങ്കിൽ നമുക്ക് പേരൻസ് ആരെങ്കിലും ഒരാളും കൂടെ ഉണ്ടെങ്കിൽ കയറ്റുകയൊക്കെ ചെയ്യും. ചിലതിൽ പേരൻസ് ഉണ്ടെങ്കിലും കയറ്റത്തില്ല, ഹൈറ്റ് കാരണം കേട്ടോ. ഇവിടെ അകത്ത് ചെറിയൊരു റോളർ കോസ്റ്റർ ഒക്കെ ഉണ്ടായിരുന്നു. അതിനകത്ത് കയറ്റുമായിരുന്നു കുട്ടിയെ. പക്ഷെ ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. ഞാനും ഹസ്ബൻഡും ക്യൂ നിന്ന് കുറെ കഴിഞ്ഞപ്പോഴാണ് കേട്ടോ അറിഞ്ഞത് കുഞ്ഞിനെ കയറ്റുമായിരുന്നു. ഞങ്ങൾക്ക് അത് ഭയങ്കര ഒരു വിഷമമായിപ്പോയി, അവനെ ഒന്ന് കയറ്റാൻ പറ്റാതിഞ്ഞിട്ട്. പിന്നെ കയറ്റാനൊക്കെ പറഞ്ഞെങ്കിലും അത് പക്ഷെ നടന്നില്ല കേട്ടോ. കാരണം വീണ്ടും അവിടെ 1 മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ട് നമ്മൾ കയറിയില്ല. കാരണം ആ സമയപ്പോഴേക്കും അത് ക്ലോസ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. ഈ നോമ്പ് ടൈം ആയതുകൊണ്ട് തന്നെ 5 മണി വരെ ഉള്ളായിരുന്നു. 5 മണിയാകുമ്പോഴത്തേക്കും അവിടെ ക്ലോസ് ചെയ്യായിരുന്നു. പിന്നെ ഇതൊക്കെയാണ് കേട്ടോ അക്വേറിയത്തിലുള്ള കാഴ്ചകളെന്ന് പറയുന്നത്. ഈ സാധനത്തിന്റെ പേര് ഞാനങ്ങ് മറന്നുപോയി കേട്ടോ. പോയിട്ട് 1 മാസത്തോളം ആയാലോ, പേര് ഞാൻ മറന്നുപോയി പലതിന്റെയും. ഇതുപോലത്തെ ഒരു 2-3 എണ്ണം ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഉള്ളില്. കാരണം നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പല സ്ഥലത്തും നമുക്ക് ഫോൺ ഉപയോഗിക്കാൻ പറ്റില്ല കേട്ടോ. ഇതുപോലെ റൈഡ്സിലും കാര്യങ്ങളിലൊക്കെ കയറുന്നിടുന്നത്. എനിക്ക് പോയതിൽ ഏറ്റവും ഒരു ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് ഇതായിരുന്നു കേട്ടോ. നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇത് കാണാനായിട്ട്. നമുക്ക് പെൻഗ്വിൻസിനൊന്നും അങ്ങനെ കാണാൻ പറ്റുന്ന ഒരു സംഭവമല്ലല്ലോ, നമുക്ക് എപ്പോഴും ഒന്നും കാണാൻ പറ്റത്തില്ലല്ലോ. അപ്പം നേരിട്ട് കാണാനായിട്ട് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ അല്ല കേട്ടോ, നേരിട്ട് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഏരിയയിലേക്ക് എത്തുമ്പോൾ, ഇത് അന്റാർട്ടിക് ഏരിയയാണ്. അന്റാർട്ടിക് ഏരിയയിലേക്ക് എത്തുമ്പോൾ നല്ല തണുപ്പുണ്ടായിരിക്കും. അപ്പോൾ കുഞ്ഞുങ്ങളെ കൊണ്ട് പോകുന്നവരാണെങ്കിൽ തണുപ്പത്തിടുന്ന എന്തെങ്കിലും ഒരു ഡ്രസ്സും കൂടെ കയ്യിൽ കരുതിക്കണം. കുറച്ച് സമയം അതിനകത്ത് നിൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ. കാരണം ഞങ്ങൾ ഒരു 10 മിനിറ്റ് പോലും തികച്ചു നിന്നിട്ടില്ലായിരുന്നു. എന്നിട്ട് തന്നെ കുഞ്ഞിന്റെ ചുണ്ട് പൊട്ടി എൻ്റെ കൈയൊക്കെ ആണെങ്കിൽ തണുത്ത് മരവിച്ചിട്ട് വേദന എടുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അത്രയ്ക്ക് തണുപ്പാണ് അതിനകത്ത്. കാരണം അത്രയും തണുപ്പിൽ ജീവിക്കുന്ന ജീവികളാണല്ലോ അതെന്ന് പറയുന്നത്. അപ്പൊ അവരുടെ ആ തണുപ്പിനനുസരിച്ചിട്ടാണ് കേട്ടോ അതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ഒരു ഏരിയ ഇറങ്ങി കഴിയുമ്പോൾ വലിയ പ്രശ്നമില്ല കേട്ടോ, നോർമൽ തണുപ്പായിരിക്കും. പക്ഷെ ഇവിടെ ഭയങ്കര തണുപ്പായിരിക്കും കേട്ടോ. നമ്മൾ അവിടെ കുറച്ച് നേരം ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമ്മൾ പെട്ടെന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് കുഞ്ഞിനെയും കൊണ്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതിനൊക്കെ നമുക്ക് ഫീഡ് ചെയ്യാനൊക്കെ പറ്റും. എക്സ്ട്രാ 10 ദിർഹംസോ 20 ദിർഹംസോ എന്തോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫീഡ് ചെയ്യാനുള്ള മീനാണ് കേട്ടോ കഴിക്കുന്നത്. ഫീഡ് ചെയ്യാനുള്ളത് തരും, അത് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ കുറെ ഫ്ലമിംഗോസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതിനെയൊക്കെ കാണുമ്പോൾ എന്ത് ഭംഗിയാണ്, എന്ത് കളറാ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. ഒരു ശകല അഴുക്കോ കാര്യങ്ങളോ ഒന്നും എൻ്റെ ദേഹത്തായാലും ആ ഏരിയയിലായാലും ഒന്നുമില്ല കേട്ടോ. നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ ഇത് ഡോൾഫിനാണ് കേട്ടോ. വൈകുന്നേര സമയത്ത് എന്താണ് കേട്ടോ അവിടെ ഡോൾഫിൻ ഷോ നടക്കുന്നത്. അപ്പൊ നമുക്ക് ഒരുപാട് ഷോസും കാര്യങ്ങളൊന്നും കാണാനായിട്ട് നിന്നില്ല. കാരണം 5 മണി അവിടെ ക്ലോസ് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് പറ്റുന്ന അത്ര സംഭവങ്ങൾ കണ്ടു തീർക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചത്. നമ്മൾ ഷോസ് ഒന്നും അങ്ങനെ കാണാനായിട്ട് നിന്നില്ല. നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഇത് കാണാനായിട്ട്. നോമ്പ് ടൈം ആയതുകൊണ്ടാണ് കേട്ടോ 5 മണിയാകുമ്പോൾ ക്ലോസ് ചെയ്യുമെന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ എന്തോ 8 മണി വരെ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല കേട്ടോ. അപ്പൊ നമ്മളൊരു 11 മണി അടുപ്പിച്ചാണ് കേട്ടോ അവിടെ എത്തിയത്. നമുക്ക് വീടിന്റെ അടുത്ത് കുറച്ച് ദൂരമേ ഉള്ളൂ, ഒരു 1/2 മണിക്കൂർ എന്തോ ഉള്ളൂ കേട്ടോ. പിന്നെ ഇവിടെ റെയിൻ ഫോറസ്റ്റ് എന്ന് പറയുന്ന ഒരു ഏരിയയിൽ എത്തുമ്പോൾ കുറെ ബേർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ഭംഗിയുള്ള ബേർഡ്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ.
പിന്നെ ഈ വൈറ്റ് കളറിലിരിക്കുന്നത് ഇത് പീക്കോക്കാണ് കേട്ടോ, നമ്മുടെ വൈറ്റ് പീക്കോക്ക് ഉള്ളതാണ് കേട്ടോ. പക്ഷെ നമ്മുടെ മറ്റേ പീക്കോക്കിന്റെ അത്ര ഭംഗിയൊന്നും എനിക്ക് അങ്ങോട്ട് തോന്നിയില്ല. നമ്മുടെ മറ്റേ പീക്കോക്ക് തന്നെയാണ് കേട്ടോ നല്ലത്. ഞാൻ വീഡിയോ എടുക്കുന്ന സമയം കൊണ്ട് ഇവിടെ ഒരാൾ ഒരു ക്ലീമായിട്ടുള്ള മൽപ്പിടുത്തത്തിലാണ് കേട്ടോ. അപ്പൊ അത് കൊത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടെ നിൽക്കുന്ന ഗാർഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൻ പക്ഷെ അതിനെ വിടാനുള്ള ഉദ്ദേശമില്ല, അതിന്റെ പുറകിൽ ഇങ്ങനെ നടക്കും. ഇവന് പ്രത്യേകിച്ച് പേടിയോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടെ. ഇങ്ങനെ എന്തെങ്കിലും ജീവിയെക്കാട്ടെല്ലാം പേടിയില്ല, പിന്നെ എന്തെങ്കിലും റൈഡ്സിൽ കയറാനാലും പേടിയൊന്നുമില്ല കേട്ടോ. അത് ആ കയറിലിരുന്നിട്ട് അവൻ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല, അതിനെ കുലുക്കി കുലുക്കി താഴെ ഇടുക കേട്ടോ. അപ്പോഴത്തേക്കും ഞങ്ങൾ അവനെ പിടിച്ചോണ്ട് പോയിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ കിളിയുടെ കാര്യത്തിലൊരു തീരുമാനമായേനെ. ഇതെല്ലാം കഴിയുമ്പോൾ വീണ്ടും നമ്മൾ അകത്ത് അക്വേറിയത്തിലേക്ക് വരുമ്പോഴത്തേക്കിനും ഇതുപോലെ കുറേ ഫിഷും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. നമ്മുടെ തെരണ്ടി ഉണ്ടല്ലോ, അതാണ് കേട്ടോ. ഭയങ്കര വലിയ സൈസാണ് ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന എല്ലാ സാധനത്തിനും, ഭയങ്കര സൈസാണ് കേട്ടോ. നമ്മൾ അങ്ങനെ കുറെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവിടെ നിന്നും എടുത്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് അപ്പുറത്തേക്ക് വരുമ്പം റോളർ കോസ്റ്റർ ഇതിൽ ഞാനും ഹസ്ബൻഡും കൂടെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കയറിയപ്പോ തൊട്ട് തിരിച്ചിറങ്ങുന്നത് വരെ ഞാൻ കൂവനോട് കൂലായിരുന്നു പേടിച്ചിട്ട്. കാരണം അഡ്വഞ്ചർ ഇഷ്ടമുള്ളവർ മാത്രം ഇതിലേക്ക് കയറിയാൽ മതി. കുറച്ചെങ്കിലും മനസ്സിന് ധൈര്യം ഇല്ലാത്തവർ ഇതിൽ കയറുകയേ ചെയ്യരുത് കേട്ടോ. ഞാൻ വിചാരിച്ചു എന്റെ കാര്യത്തിലൊരു തീരുമാനമാകുമെന്ന്. പിന്നെ ഈ സമയത്ത് നമ്മളെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഇവിടെ ഷോ തുടങ്ങാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ വീണ്ടും അകത്തുള്ള റോളർ കോസ്റ്ററിൽ കുഞ്ഞിനെ കയറ്റാന്ന് കരുതിയിട്ട് പോയതാണ് കേട്ടോ. അപ്പൊ അവിടെ വീണ്ടും 1 മണിക്കൂർ ക്യൂ നിൽക്കേണ്ടതായിട്ട് വരും. അപ്പം അത്ര സമയം നിന്നിട്ട് ചിലപ്പോൾ നമുക്ക് കയറാൻ പറ്റിയെന്ന് വരത്തില്ല. കാരണം ഇവനെ ഒന്നാമത്തെ കാര്യം ക്യൂവിൽ നിർത്താനുള്ള ബുദ്ധിമുട്ട്, അത്ര സമയം ഒന്നാമത് വിശന്നിട്ട് മൂശേറ്റായിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു കേട്ടോ. കാരണം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ്, പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല. അങ്ങനെ നമ്മൾ അവിടുന്ന് ഒരു കോട്ടൺ ക്യാൻഡി ഒക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. കാരണം റൈഡിൽ കയറാൻ പറ്റത്തില്ലായിരുന്നു, അപ്പോഴത്തേക്കും അത് ക്ലോസ് ചെയ്യാനുള്ള ടൈം ആവും. എന്നിട്ട് നമ്മളിവിടെ തിരിച്ചു വരുമ്പോഴത്തേക്ക് ഇറങ്ങുന്ന വഴിക്കുള്ള അക്വേറിയമാണ് കേട്ടോ. ഇതിനകത്ത് വലിയൊരു ആമയും കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ആ സമയത്ത് അത് എടുക്കാൻ പറ്റിയില്ല. കൂടുതലും എനിക്ക് കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം പലയിടത്തും നമുക്ക് റൈഡ്സിൽ കയറുമ്പം ക്യാമറ പറ്റത്തില്ല. കാരണം നമ്മുടെ ഫോണും സംഭവങ്ങളെല്ലാം നമ്മൾ മാറ്റി വെച്ചിട്ട് വേണം അത് കേട്ടോ അതിൽ കയറാനായിട്ട്. തിരിച്ചിറങ്ങുന്ന സമയത്ത് മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. കാരണം നമ്മുടെ ഇത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഇതുപോലെയുള്ള ചെറിയ ചെറിയ സംഭവങ്ങൾ മാത്രമേ എനിക്ക് അങ്ങോട്ട് എടുക്കാനായിട്ട് പറ്റിയിട്ടുള്ളൂ. കുട്ടി കൂടെ ഉള്ളതും മറ്റൊരു കാരണമാണ്. നമ്മുടെ കൂടെ വന്ന് ചേച്ചി ഏൽപ്പിച്ചിട്ടാണ് കേട്ടോ ഞാനും ഹസ്ബൻഡും കൂടെ പല റൈഡ്സിലും ഒക്കെ കയറിയിട്ടുണ്ടായിരുന്നു. ചേച്ചി കുഞ്ഞിനെ നോക്കിക്കോളാന്ന് പറഞ്ഞിട്ട്. അങ്ങനെ കാരണം അവനൊന്നിലും കയറാൻ പറ്റത്തില്ല. ഇതുപോലെ ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും എന്തിലേലും ഒക്കെ കയറാനും പറ്റത്തുള്ളൂ. അങ്ങനെയായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു ഏരിയയിലൊക്കെ ആയിട്ടാണ് കേട്ടോ ഡോൾഫിൻ ഷോ ഒക്കെ നടക്കുന്നത്. ഇഷ്ടംപോലെ ഡോൾഫിനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആ ഷോ കാണണമെന്നുണ്ടായിരുന്നു, പക്ഷെ സമയത്തിന്റെ പ്രശ്നം കൊണ്ട് നമുക്കത് കാണാൻ പറ്റിയില്ല കേട്ടോ. കുറെ നേരം കുട്ടികളെയും കൊണ്ടൊക്കെ പോകുമ്പോൾ അവർക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും. കുറെ നേരം നമ്മളിവിടെ ഇങ്ങനെ നോക്കിയൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം മോന് അവിടെ നിന്ന് ഇങ്ങോട്ട് വരണമെന്നുണ്ടായിരുന്നില്ല. ഒരുപാട് അവന് ഇഷ്ടപ്പെട്ടു. നമ്മൾ ഇതുപോലെ വല്ലപ്പോഴെങ്കിലും ഇതുപോലെ ഓഫറും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ കുട്ടികളെ കൊണ്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം അത്രേ ഉള്ളൂ കേട്ടോ.